അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉസ്താദേ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ നമ്മൾ തവാഫ് ചെയ്യുന്ന സമയത്ത് ഹജ്ജിനായാലും ഉംറക്കായാലും ഒക്കെ ഇപ്പോൾ വീൽ ചെയറിലൊക്കെ തവാഫ് ചെയ്യിക്കുന്നുണ്ടല്ലോ, നടക്കാൻ പറ്റാത്ത ആൾക്കാരെയൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ചെയറിലിരുന്നുകൊണ്ട് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ തവാഫ് സ്വഹിയാകുമോ? അവിടെ വുളു നഷ്ടപ്പെടില്ലേ? അല്ലെങ്കിൽ വുളു നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെ പിന്നെ ആ തവാഫ് ഉറങ്ങിയത് കാരണമായിട്ടോ മറ്റോ ഒക്കെ തവാഫ് സ്വഹിയാകുമോ? അതിനെ കുറിച്ചൊരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഉറക്ക് തവാഫിനെ ബാധിക്കുക എന്നുള്ളത്, തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങുക എന്ന് പറയുമ്പം ഏറെക്കുറെ അത് വീൽ ചെയറിലൊക്കെ തവാഫ് ചെയ്യുന്നവർക്കാണ് സംഭവിക്കാൻ കൂടുതൽ സാധ്യത. ഇപ്പം നടന്നുകൊണ്ട് ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ വിരളാണ്. ചിലപ്പോൾ ക്ഷീണം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഏതായാലും ഈ ഉറക്ക് എന്ന് പറഞ്ഞ സംഗതി തവാഫിനെ ബാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ ഉറങ്ങിയിട്ട് തവാഫ് ചെയ്താലും ആ തവാഫ് സഹിയാകും. പക്ഷേ ആ ഉറക്ക് കൊണ്ട് വുളു മുറിഞ്ഞണോ ഇല്ലേ എന്ന് നോക്കണം. കാരണം തവാഫിനിക്ക് വുളു അത് നിർബന്ധം. വുളു ഇല്ലാതെ തവാഫ് സഹിയാവൂലല്ലോ. അപ്പോൾ വുളു എടുക്കണ്ടേ? അപ്പോൾ ഈ വുളു മുറിയുന്നിടത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉറക്കം കൊണ്ടൊക്കെ വുളു മുറിയുന്ന ഉറക്കങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഉറങ്ങിയതെങ്കിൽ ഈ തവാഫിനത് ബാധിക്കും. ആ ഉറക്കല്ല ബാധിച്ചത്, നേരെ മറിച്ച് ആ വുളു എന്തായിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു അടുത്ത തുഹ്ഫയിലൊക്കെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ 4-ാം വാള്യം ഇതിൻ്റെ 114-ാമത്തെ പേജിലായിട്ടുണ്ടോ, ലാ യുളുറു നൗമു മഅ തമക്കുനി ഫി അസ്നാഇഹി. ഒരാൾ വുളു ഒന്നും മുറിയാത്ത രൂപത്തിൽ ശരിക്ക് അങ്ങനെ ആ രൂപത്തിലാണ് ഉറങ്ങിയതെങ്കിൽ ആ ഉറക്കുകൊണ്ട് തവാഫിനിക്ക് യാതൊരു കേടുപാടുകളൊന്നുമില്ല, തവാഫ് ശരിയാവുമെന്ന് തന്നെയാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നത്. അവിടെ ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു അവിടുത്തെ നിഹായയിലൂടെ. കാരണം അവിടെ ഉറക്ക് എന്ന് പറയുമ്പം പിന്നെ അങ്ങനെ വുളു ഒക്കെ നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഉറക്കാണെങ്കിൽ തന്നെ അത് ചെറിയ രൂപത്തിലൊരു അങ്ങനത്തെ രൂപത്തിൽ ഉറക്കാണ്. അപ്പം പ്രത്യേകിച്ച് വീൽ ചെയറിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. അപ്പോൾ ശരിക്കും അയാളുടെ ഇരിപ്പിടൊക്കെ ഉറപ്പിച്ചിട്ടാണ് അയാൾ ഇരുത്തുന്നത്. അപ്പം അങ്ങനത്തെ ആ വുളു മുറിയുന്ന രൂപങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അയാൾക്ക് ഉറക്കം സംഭവിച്ചു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ചെറുതായിട്ട് ആ ഉറക്കം വന്ന് ഉണരുന്ന സമയത്ത് എണ്ണത്തിനെ പറ്റിയിട്ട് എങ്ങനെ തീരുമാനിക്കണം, ഇത് എത്ര എണ്ണായി എന്നുള്ളതൊക്കെ വിഷയം വരുമല്ലോ. അപ്പം അവിടെ എങ്ങനെയാണ് പിടിക്കേണ്ടത് അതും കൂടി ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായയിലൂടെ. നിഹായുടെ 2-ാം വാള്യം അല്ല, അതും ചർച്ചയാണല്ലോ. ഇതിൻ്റെ 497-ാമത്തെ പേജിലുണ്ടോ, വയസിഹു തവാഫുൻ നാഇമി, ഉറങ്ങിയവൻ്റെ തവാഫ് സഹിയാണ്. അത് വീൽ ചെയറിലായാലും മടില്ലെങ്കിൽ ആയാലും മടില്ല, എങ്ങനെ ആയാലും മടില്ല, ഉറങ്ങിയവനാണോ തവാഫ് സഹിയാണ്. പക്ഷേ എങ്ങനെ? അൽ മുമക്കിനി മഖ്അദുഹു ബിമഖറിഹി ആണോ, ശരിക്കും വുളു ഒന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഉറക്കായിരിക്കണട്ടോ എന്നുള്ളത്. അപ്പോൾ പിന്നെ അങ്ങനെ വുളു നഷ്ടപ്പെട്ടിട്ടില്ല, അപ്പോൾ തവാഫിന് യാതൊരു കേടുപാടുമില്ല, തവാഫ് സഹിയാണ്. അപ്പോൾ ഉണർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ എണ്ണം പിടിക്കുക എന്നുള്ളത്. വയഅ്തമിദു ഫിൽ അദദി അലാ യഖീനിഹി ഇദസ്തൈഖല ഖബ്ല തൻകീൽ തൗഫതിഹി. തവാഫൊന്നും പൂർത്തിയായില്ല, ആ തവാഫിൻ്റെ ഇടയിൽ എണ്ണം പൂർത്തി 7 ചുറ്റൽ വരണമല്ലോ. അപ്പം ഇതിൻ്റെ ഇടയിൽ ആൾ ഉണർന്നു കഴിഞ്ഞാൽ അപ്പം അയാളുടെ എണ്ണം പിടിക്കുക എന്നുള്ളത് അയാളുടെ ഒരു ഉറപ്പുണ്ടാകുമല്ലോ, ആ ഉറപ്പിനനുസരിച്ച് കൊണ്ടാണ് എണ്ണം പിടിക്കേണ്ടത്. അല്ലെങ്കിൽ ഔ അഖ്ബറഹു ബിഹി ജംഉൻ മുതവാത്തിറുൻ, ഒരു പറ്റം ജനങ്ങൾ പറഞ്ഞു കൊടുത്തു ഇത്രയാണ് നിങ്ങളുടെ എണ്ണം എന്നുള്ളതൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ എണ്ണം പിടിക്കട്ടെ എന്ന് വരെ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഉറപ്പ് കൊണ്ട് ആയാലും സംശയം വന്നാലോ, അപ്പം അയാൾക്കൊരു ഉറപ്പൊന്നും കിട്ടണില്ല, 2ആണോ 3ആണോ 7ആണോ എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പം അങ്ങനെ ആയാലോ അവിടെ നിഹായ ഒന്ന് വിശദീകരിച്ചു ഷബ്ര മല്ലസി റഹിമഹുല്ല ആശത്തു നിഹായയിലൂടെ. അവിടെ പറയുന്നുണ്ട് അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിലൊക്കെ നമ്മൾ എങ്ങനെ പിടിക്കല്,
ആ ഒരു രൂപം സ്വീകരിച്ചാൽ മതി. നിസ്കാരത്തിൽ പെണ്ണ് 4 റക്അത്തുള്ള ളുഹറാണെങ്കിൽ എണ്ണത്തെ സംശയിച്ചു കഴിഞ്ഞാൽ എന്താ കാട്ടുക? ഇന്ന രൂപം സ്വീകരിച്ചാൽ മതി എന്ന് ഹാഷ്യത്തിൻ നിഹായുടെ 3-ാം വള്ളിയത്തിന്റെ 320-ാമത്തെ പേജിൽ പറയുന്നുണ്ടോ. ഫഇൻ ഷക്ക ഫി അദദി മാ തബിഹി ബനാ അലൽ അഖല്ലി. ഈ എണ്ണത്തിലും അയാൾക്ക് സംശയം. ഇപ്പൊ ഉറപ്പ് കൊണ്ട് പിടിക്കാനും ഒന്നൊരു ഉറപ്പില്ല, സംശയമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കൊണ്ട് പിടിക്കലല്ലേ സാധാരണഗതിയിൽ നമ്മൾ നിസ്കാരത്തിലൊക്കെ കമാഫി സലാത്ത് നിസ്കാരത്തിൽ അങ്ങനെ പിടിച്ചാൽ മതി. അപ്പൊ ആ രൂപം പിടിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പൂർത്തീകരിക്കുക. ഇനി അതല്ല, ഈ ഇപ്പോ ഈ വീൽ ചെയറിൽ ഉന്തി പോകുമ്പം ആ ഉന്തുന്ന ആളുണ്ടാവുമല്ലോ, ആൾ പറഞ്ഞെടുത്താലും മതി. അല്ലെങ്കിൽ അത് കണ്ടു നിൽക്കുന്ന ആരെങ്കിലും ഒപ്പം കൂടെ ഉണ്ടെങ്കിൽ ഒപ്പം ഇങ്ങനെ കൂടത്തിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആയാലും മതി എന്ന് പറയുമ്പം ആ പറഞ്ഞു കൊടുക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കേണ്ടതില്ല, അത് ആര് പറഞ്ഞാലും മതില്ല എന്നാണ് ജംഉ മുത്തവാത്തിറിന്റെ അവിടെ ഷബർ അമല്ലിസൊക്കെ ഒന്നുകൂടി വിശദീകരിച്ചത്. വലോമിൻ കുഫാരിൻ വ സുബിയാനിൻ വ ഫസഖത്തിനുണ്ടോ, കുട്ടികൾ പറഞ്ഞെടുത്താലും മതി. അതല്ല ഈ പറയുന്ന അത്ര ക്വാളിഫിക്കേഷൻ ഉള്ള ആവൊന്നും വേണമെന്നില്ല, ആര് പറഞ്ഞെടുത്താലും മതി. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് എണ്ണവും അവൻ കറക്റ്റ് ചെയ്യട്ടെ എന്നുള്ളത്. ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ തോഫിന്റെ ഇടയിൽ ഉറങ്ങുക, അത് വീൽ ചെയറിലായാലും വേണ്ടില്ല, അല്ലാത്ത രൂപത്തിലായാലും വേണ്ടില്ല, എങ്ങനെ ആയാലും വേണ്ടില്ല, വുളു നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഉറക്കാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ തോഫിന് യാതൊരു പ്രശ്നവും ഇല്ലാതെ സഹീഹാണ് എന്നർത്ഥം കേട്ടോ.